ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൊരിഞ്ഞ മത്തി ഫ്രൈ ആണ്. അതിനായിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, 1 സ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വിനെഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ മത്തിയിലേക്ക് ഈ മസാലയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് പെരട്ടി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അരിപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഈ മത്തി ഓരോന്നായിട്ട് ഇറക്കി വെക്കുന്നുണ്ട്. സിമ്മിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡ് മറച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് നല്ല രീതിയിൽ മൊരിച്ചെടുക്കാം. മത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും കൂട്ടാതെ നമുക്ക് കുറേ ചോറ് കഴിക്കാനൊക്കെ പറ്റും. എൻ്റെ ഫേവറേറ്റ് ആണ് മത്തി ഫ്രൈ. അപ്പോൾ ഏകദേശം നമ്മളുടെ മത്തി ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് നല്ല രീതിയിൽ മൊരിഞ്ഞ്, ഇനി അപ്പുറത്തെ സൈഡും കൂടെ മൊരിഞ്ഞ് വരട്ടെ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് കുരുമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. ഇപ്പം നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചൂടോടെ കുറച്ച് സവാള കൂടി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കാം.